ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് നല്ല നാടൻ രുചിയിൽ മത്തി പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മീനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. എന്നാലാണ് നമുക്ക് അരപ്പൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിച്ചു വരത്തുള്ളൂ. നല്ല സിമ്പിൾ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിനായിട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മീൻ പൊരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ഇതൊന്ന് അരപ്പൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. ഈ വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് ഈ മീൻ പൊരിക്കുന്നതിന് നല്ലൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും, നല്ലൊരു മണവും കിട്ടുന്നതായിരിക്കും. 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് ഞാനിവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരപ്പൊന്ന് നന്നായിട്ട് തയ്യാറാക്കിയെടുക്കാം. മീനിനകത്ത് ഈ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം. അതുപോലെയാണ് നമ്മളിവിടെ അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി അരപ്പ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ആ വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിരുന്ന മീനെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ആ മീനിനകത്തോട്ട് അരപ്പൊക്കെ പിടിക്കാനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകല്ലേ. അപ്പം അതുപോലെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിവിടെ അരപ്പൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പണ്ട് കാലത്ത് അമ്മമാരൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈ മീൻ ഒരു 10 മിനിറ്റ് സമയത്തേക്കെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി 10 മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം ഈ മീൻ നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില എന്തായാലും ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണമൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിരുന്ന മീൻ ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഈ മീനെല്ലാം ഞാൻ ഇതിനകത്തോട്ട് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വശം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം മീൻ മറിച്ചിടുക. അല്ലെന്നുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മീൻ ഒരു വശം നന്നായിട്ട് എണ്ണയിലൊന്ന് വെന്ത് വരട്ടെ. എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മീൻ ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു പ്രത്യേക മണമൊക്കെ വരുന്നതായിരിക്കും. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് മീൻ ഇവിടെ പൊരിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് മീനായാലും ഇതുപോലെ പൊരിച്ചു കൊടുക്കാവുന്നതാണ്. കുരുമുളക് പൊടി പ്രത്യേകം ചേർത്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള മത്തി പൊരിച്ചത് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.